പൊന്നു മോനെ എനിക്ക് ആമിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ പറ്റേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 34 വർഷമായല്ലോ ഇൻഡസ്ട്രിയിൽ. നമുക്കൊന്നും അങ്ങനെ തിക്താനുഭവമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനൊന്ന് ഹീറോയിനായിട്ടൊന്നും വന്ന ഒരാളല്ല. ക്യാരക്ടർ റോൾ ചെയ്യാൻ നല്ല നല്ല കമ്പനി ചെയ്തിട്ടുണ്ട്, നല്ല നല്ല ഹിറ്റ് മേക്കേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊക്കെ എല്ലാവരും എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, ചെറുതും എല്ലാ മേഖലയിലും ഉണ്ട്, മോശമായിട്ടും നല്ലതും എല്ലാ മേഖലയിലും ഉണ്ട്. പിന്നെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഗ്ലാമർ ഫീൽഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങോട്ടേക്ക് ആൾക്കാർക്കൊരു എന്താ പറയുക, ഒരു സബ്ജക്റ്റാക്കി അങ്ങോട്ട് എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഉണ്ടാവായിരിക്കാം, നമുക്കറിയില്ല. പിന്നെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽസ് അറിയില്ല. ചോദിച്ചതല്ല, ഈ റിപ്പോർട്ടിലെ ഈ ആളുകളുടെ പേരെടുത്ത് പറയാത്തതുകൊണ്ട് പലരും അത് പറയണല്ലോ. അതെ അതെ, അത് പറയുമായിരിക്കാം എല്ലാവരും. ഇപ്പം രഞ്ജിനി മാമൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ സംഗതി വരുമ്പോൾ അവസരം വരുമ്പോൾ നമ്മളത് പറയട്ടെ, പറയുന്നത് നല്ല കാര്യമല്ലേ, പറയട്ടെ. അമ്മ സംഘടന ഒരാഴ്ച കൊണ്ട് ഇത് പഠിച്ചിട്ട് അതിനെപ്പറ്റി പറയാമെന്നാണ് പറയുന്നത്. അപ്പം ഒരാഴ്ചയൊക്കെ ആവശ്യമുണ്ടോ? എനിക്കറിയില്ല മോനെ, അത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ അല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങളൊക്കെ അതിലെ മെമ്പേഴ്സ് മാത്രമല്ലേ. അപ്പം എക്സിക്യൂട്ടീവിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാമോ? എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഒരു നല്ല രീതിയിൽ കൂടെ തന്നെ ഇത് പോകുള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, എല്ലാ വശങ്ങളിലും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇതൊക്കെ. അതൊന്നും ആരും കണ്ടുപിടിക്കാത്ത എന്താ? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് മോശമായ പരിപാടികൾ, എല്ലാ സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുകയില്ല. സിനിമയുടെ പുറകെ തന്നെ പോവല്ലേ. സിനിമയിൽ ഒരുപാട് നന്മയുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ മുമ്പിലാണ് നമ്മൾ അഭിനയിക്കുന്നതും. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും ഒരു ചീത്തത്തിലൊന്നും നടക്കില്ലൊക്കെ. ഉണ്ടാവുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാതിരിക്കാം, പുതിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം പണ്ടൊക്കെ. പക്ഷെ എനിക്കൊന്നും എൻ്റെ ഇത്രയും വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിലല്ലേ പറയാം അങ്ങനെ.